കൊല്ലം അടുത്ത ജന്മത്തിലെങ്കിലും ആരാവണം? ബ്രാഹ്മണനാവണം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ ചോദ്യം ചോദിക്കണം, പാർലമെന്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാർലമെന്റിലെ കാര്യം ചോദിക്കണം. ഞാൻ അതേമാതിരി തന്നെ വീട്ടിൽ മറ്റേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്പലത്തിലെ കാര്യം ചോദിക്കണം. താൻ എവിടെന്ന വന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ബാത്റൂമിൽ നിന്നാണെങ്കിലോ ഏത് കാര്യം ചോദിക്കണം? ഇങ്ങനത്തെ കുറെ അണ്ടൻ, അടകോടൻ, ആറാട്ടുമുണ്ടൻ, കല്ല്, മുള്ളു, മുരട്, മുറുക്കമ്പമ്പ്, ഞാഞ്ഞുള്ളു, തേരട്ട, തീപ്പെട്ടിക്കോല്, ഇഞ്ചിപ്പുല്ല്, മുള്ളാണി, കല്ലാണി, സർവേക്കല്ല്, വെള്ളയാണി പരമവും, ഇത്തിക്കര പക്കി, കായംകുളം കൊച്ചുണ്ണി, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. ജോർജ് കുര്യനെ കണ്ടില്ല? കന്യാസ്ത്രീയെ ഛത്തീസ്ഗഡിൽ ആക്രമിച്ചത് മിനിസ്റ്റർ അറിഞ്ഞോ? കന്യാസ്ത്രീയോ? അല്ല, ഛത്തീസ്ഗഡ് അതേത് സ്ഥലം? ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീയെ ബജരംഗദൾ അതെവിടെ? പഴയ മലയാള സിനിമയിൽ മറ്റേ വാണക്കുട്ടി, മുതുകുളം തുടങ്ങിയ ചില തമാശക്കാരുണ്ട്, അതുപോലത്തെ സാധനം. ഒന്നൊരു കുരുടൻ മറ്റൊരു പാണ്ഡൻ, നന്നായി വരുമോ സുഹൃതം ചെയ്ത. RSS കിട്ടിയ തിരക്കുകളാണ്. അതല്ലെങ്കിലും ഇപ്പൊ ഒരാൾ വന്നിട്ടുള്ളൂ, രാജീവ് ചന്ദ്രശേഖർ. മലയാളം സംസാരിക്കാനും അറിയാം, കൊണ്ട് മടക്കി കുത്താനും അറിയാം. ഒറ്റ മുത്തും മോനെ. എടോ, ഒരാള് മലയാളം സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മലയാളിയാണോ? ഇതെവിടുന്ന് കിട്ടിയല്ലോ ഇയാളൊക്കെ? NT രമേശ് 10 വയസ്സിൽ ശാഖ തുടങ്ങിയതാ. 10 വയസ്സിൽ. ഇപ്പോഴും ആ ശാഖ തന്നെ. സുരേഷ് ഗോപി NT രമേശ് കൈ കൊടുക്കാണ്ട് കയറിപ്പോയ ആളാ. തൃശ്ശൂര് വന്നിട്ട് എങ്ങനെയാ ജയിച്ചെന്ന് എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ കമ്മീഷന്റെ സഹായമില്ലെങ്കിൽ ജയിക്കോ? സപ്ലിമെന്റ് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിനേക്കാൾ കൂടുതൽ തൃശ്ശൂര്. സപ്ലിമെന്റ് ലിസ്റ്റില് 25,000 വോട്ട്, മെയിൻ ലിസ്റ്റിൽ 10,000 വോട്ട്. സുരേഷ് ഗോപിയുടെ എല്ലാ വീട്ടുകാർക്കും ഇവിടോട്ട്, കൊല്ലത്തോട്ട്, തിരുവനന്തപുരത്തോട്ട്. 3 പേർക്കും 3 ആധാർ കാർഡ്, 3 പേർക്ക് ഐഡന്റിറ്റി കാർഡ്. ലോകത്ത് 2 ഐഡന്റിറ്റി കാർഡ് 2 പേർക്കുള്ളൂ. ഒന്ന് കൊള്ളക്കാർക്കും, ഒന്ന് തീവ്രവാദിക്കും. കൊള്ളക്കാർ അവർക്കും തീവ്രവാദിക്കും മാത്രമേ ഐഡന്റിറ്റി കാർഡ് ജില്ലകളിൽ ഉണ്ടാവൂ. എന്തെങ്കിലും ആയാലും ജയിച്ചു. പക്ഷെ കോൺഗ്രസ് 1,00,000 ജില്ലാൻ വോട്ട് കൊടുത്തു. അവര് പിന്നെ എന്നും കൊടുക്കുന്നവരാ. ഒരു പ്രാവശ്യം കൊടുത്താലുള്ള കുഴപ്പത്തിച്ചാ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ആ പ്രതാപൻ ഒറ്റമ്മി ഒന്നാമത്തെ തന്നെ തന്നേക്കാൾ പൊക്കം കുറവുള്ളവനെ ഭയപ്പെടണമെന്നാണ് മഹാഭാരതം പറയാം. പ്രതാപന്റെ പണിയൊക്കെ ഇങ്ങനെ നിറഞ്ഞ പ്രതാപൻ ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ കെട്ടിവെക്കാനുള്ള കാശിന് ഒരു സ്വർണ്ണമാല ഒരു തലേ ദിവസം തന്നെ ഏതെങ്കിലും ഒരു പാവം മുത്തശ്ശിയുടെ കൈ കൊടുത്തിട്ട് പറയും, ഞാൻ നാളെ വരുമ്പോ മുത്തശ്ശി ഇതഴിച്ച് എനിക്ക് തരണം, എന്നിട്ട് എന്റെ മാല എന്റെ മോന് തരുന്നെന്ന് പറയണം.